കേരള സർവകലാശാലയിലെ അധികാര തർക്കത്തിൽ രണ്ടു വിഭാഗത്തിനും ആത്മാർത്ഥതയില്ല എന്ന് ഹൈക്കോടതി. രജിസ്ട്രാർക്കെതിരെ നടപടിയെടുക്കാനുള്ള അധികാരം സിൻഡിക്കേറ്റിനാണ് എന്ന് കോടതി നിരീക്ഷിച്ചു. അതേസമയം ഇന്ന് വിളിച്ച ജീവനക്കാരുടെ സംഘടനകളുടെ യോഗത്തിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളെ VC അധിക്ഷേപിച്ചുവെന്നും പരാതി ഉയർന്നു. സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ലെന്ന രജിസ്ട്രാറുടെ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു ഹൈക്കോടതിയുടെ സുപ്രധാന നിരീക്ഷണം. VCക്കും രജിസ്ട്രാർക്കും വാശിയാണ്. രജിസ്ട്രാർക്കെതിരെ നടപടിയെടുക്കേണ്ടത് സിൻഡിക്കേറ്റാണ്. സസ്പെൻഷൻ നടപടി സിൻഡിക്കേറ്റിനെ അറിയിച്ചാൽ VCയുടെ ഉത്തരവാദിത്വം തീർന്നു. ബാക്കി തീരുമാനമെടുക്കേണ്ടത് സിൻഡിക്കേറ്റ്. അജണ്ടയിൽ ഇല്ലാത്ത വിഷയമാണോ അല്ലയോ എന്ന് നോക്കേണ്ടതില്ലെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. കേസ് വീണ്ടും മറ്റന്നാൾ പരിഗണിക്കും. എന്നാൽ VC നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. സർവകലാശാല ജീവനക്കാരുടെ സംഘടനാ പ്രതിനിധികളുടെ യോഗത്തിൽ വൈസ് ചാൻസലർ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളെ അധിക്ഷേപിച്ചെന്നാണ് ആരോപണം. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവരാണ്. എഴുത്തും വായനയും അറിയാത്തവർ പറയുന്നത് ജീവനക്കാർ അനുസരിക്കേണ്ട എന്നുമായിരുന്നു VCയുടെ അധിക്ഷേപം. രജിസ്ട്രാർ ഹൈക്കോടതിയിൽ ഹാജരാക്കിയത് വ്യാജരേഖകളാണെന്നും മോഹൻ കുന്നുമേൽ ആരോപിച്ചു. ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ വിളിച്ച യോഗത്തിൽ നിന്ന് CPM അനുകൂല സംഘടനകൾ വിട്ടുനിന്നു. ഇതിനിടെ വൈസ് ചാൻസലറുടെ കടുംപിടുത്തം മൂലം NCC, NSS, ഭിന്നശേഷി കുട്ടികളുടെ ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട് ചേരേണ്ടിയിരുന്ന സിൻഡിക്കേറ്റ് സബ് കമ്മിറ്റി യോഗവും മാറ്റിവെക്കേണ്ടി വന്നു. 24 തിരുവനന്തപുരം.